ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 8 ഇംഗ്ലീഷ് യൂണിറ്റ് 2 ആണ്. ഇതിൽ ഫസ്റ്റ് ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ രണ്ടാമത്തെ പോയം അതിൻ്റെ സമ്മറി മാത്രം പറഞ്ഞിട്ട് നോട്ട്സാണ് ഇന്ന് ഇടുന്നത്. ഇപ്പം എമിലി ഡിക്കിൻസൺ എഴുതിയ ഹോപ്പ് ഈസ് എ തിങ് വിത്ത് ഫെദർ, ഈ ഒരു പോയം ഉണ്ട്. പോയത്തിൻ്റെ നമുക്ക് ഒരു സമ്മറി മാത്രമാണ് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഹോപ്പ്, പ്രത്യാശ അല്ലേ? പ്രത്യാശ ഒരു ചിറകുള്ള ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് സാധനമായിട്ടാണ് ഹോപ്പിനെ ഉപമിച്ചിരിക്കുന്നത്? ഒരു ബേർഡായിട്ടാണ്, ഒരു ലിറ്റിൽ ബേർഡായിട്ടാണ്, ഒരു ചെറിയ പക്ഷിയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത് അല്ലേ? പ്രത്യാശ, ഹോപ്പ്. ഇനി ഇതിനകത്ത് ഈ പക്ഷി മധുരമായ സ്വരത്തിൽ നമുക്ക് പാട്ട് പാടി തരുന്നുണ്ട്. ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ സാന്ത്വനത്തിൻ്റെ കംഫർട്ടിങ് ട്യൂണാണ് നമുക്ക് പാടിത്തരുന്നത്. പക്ഷേ ഈ പാട്ടിന് സ്വരമില്ലെന്നാണ് പറയുന്നത്. പോയിറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ പാട്ടിന് സ്വരമില്ല, പക്ഷേ ഈ പക്ഷി മധുരമായി പാടിത്തരും. തിരിച്ച് ഒന്നും ചോദിക്കില്ല. തിരിച്ച് നമുക്ക് ഈ പാട്ട് പാടിത്തരുന്നതിനും പ്രതിഫലമായിട്ട് ഒന്നും ചോദിക്കുന്നില്ല. ഒരു ക്രംബ് ഓഫ് മീ, ഈവൻ എ ലിറ്റിൽ ക്രംബ് ഓഫ് മീ, ഒരു ചെറിയൊരു കഷ്ണം പോലും ചോദിക്കുന്നില്ല എന്നാണ് പോയിറ്റ് പറഞ്ഞിരിക്കുന്നത്. കഠിനമായ അവസ്ഥയിലും കാറ്റിലും മഴയിലും ഒക്കെ പക്ഷി പാടിക്കൊണ്ടേയിരിക്കും. ഈ കഠിനമായ അവസ്ഥ മീൻസ് കാറ്റും മഴേനെയും ഒക്കെ നമുക്ക് കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരാളുടെ ഉണ്ടാകുന്ന കഠിനമായ അവസ്ഥകളെയാണ്. ഓരോ ആൾക്കാരുടെ ലൈഫിലും ഉണ്ടാവുമല്ലോ ഓരോ ഹാർഡ് ടൈംസ്. അപ്പോൾ അതിനെയാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. പക്ഷി എപ്പോഴും പാടിക്കൊണ്ടിരിക്കും, ധൈര്യത്തോടെ നിരന്തരമായി എപ്പോഴും പാടും, ബ്രേവ്ലി ആൻഡ് എൻഡ്ലെസ്ലി. ഏറ്റവും അപകടകരമായ അവസ്ഥയിലും സാഹസികമായ സ്ഥലങ്ങളിലും ഈ പക്ഷി പാടിക്കൊണ്ടേയിരിക്കും. അത് പാട്ട് നിർത്തുകയില്ല. അപ്പോൾ പ്രത്യാശയുടെ ഒരു പാട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ ഹോപ്പ് ഒരിക്കലും കൈവിടാൻ പാടില്ല എന്നാണ് ഈ പോയത്തിൽ എമിലി ഡിക്കിൻസൺ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഈ പോയതിൽ കുറച്ച് മെറ്റഫർ ഉണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഉപമകളാണ്. ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പഠിക്കില്ലേ, എന്താണ്, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, അതായത് രാജാവിൻ്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുന്നു എന്നുള്ളതാണ് ആ ഉപമയുടെ അർത്ഥം. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിലും കുറച്ച് ഉപമകൾ തന്നിട്ടുണ്ട്. ഹോപ്പിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ബേർഡുമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓരോ ലൈനിലും ഏതൊക്കെ ഉപമകളാണ് ഉള്ളത്, ഏതൊക്കെയാണ് കമ്പാരിസൺ വന്നിട്ടുള്ളതെന്ന് 4 എണ്ണമാണ് ഉള്ളത്. പിന്നെ ഇമാജിനറി തിങ്സുമായിട്ട് വിഷ്വൽ, ഓഡിറ്ററി, ഗസ്റ്റേറ്ററി, അങ്ങനെ കുറേ 5 ഇമാജിനറി തിങ്സും ആയിട്ട് സെൻസറി ഇമാജിനറി കമ്പാരിസണും വന്നിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.